السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. صدق الله مولانا العظيم. إنما أنا لكم مثل الوالد لولده صدق رسوله الأمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യ മക്കളെ സംസ്കരിച്ച് സമുദ്ധരിച്ച് ആത്മീയമായി വളർത്തിയെടുത്ത് സൽസ്വഭാവികളാക്കി മാറ്റി അല്ലാഹുവിലേക്ക് നയിക്കാൻ നിയുക്തരായ അംബിയ മുർസലുകൾക്ക് അവരുടെ പിൻഗാമികളായ അനന്തരാവകാശികളായ പകരക്കാരായ മഹാന്മാരായ ഖുലഫാഉകൾക്ക് പ്രവാചക പ്രതിനിധിമാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന 4 ഖുർആനീക യോഗ്യതകളിൽ നിന്നും 2 പറഞ്ഞു. എന്തിനാണ് നബിമാരുടെയും അവരുടെ പ്രതിനിധികളുടെയും യോഗ്യതയൊക്കെ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങളെന്താ അപ്പോൾ അത് അറിഞ്ഞിട്ട് കാര്യം? അതാണ് നമ്മൾ അറിയേണ്ടത്. ആര് മുഖേനയാണ് നമുക്ക് നന്നാകാനാവുക? ആരുടെ ഡയറക്ഷൻ പ്രകാരമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് വഴിതെളിയുക? ഇഹപര ജീവിത വിജയം ആരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാലാണ് നമുക്ക് ലഭിക്കുക? ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ആരുമായിട്ടാണ് നാം ബന്ധം സ്ഥാപിക്കേണ്ടത്? ആരുമായിട്ടാണ് നമ്മൾ സഹവസിക്കേണ്ടത്? ആരുടെ നിർദ്ദേശങ്ങളാണ് നാം ചെവിക്കൊള്ളേണ്ടതും അനുസരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും? ഇത് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ടുന്ന വിഷയമാണല്ലോ. അല്ലാതെ നബിമാരെക്കുറിച്ചും ഖലീഫമാരെക്കുറിച്ചും ആ നബിമാരുടെ പ്രതിനിധികളെക്കുറിച്ചും അവരെ യോഗ്യതയെക്കുറിച്ചും നമ്മളത് അവരാകാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ ആയവരുടെ സാമീപ്യം, അവരുടെ സഹവാസം, അവരുമായിട്ടുള്ള ബന്ധം, അവരോടുള്ള അനുസരണ, അതിലൂടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ.
4 യോഗ്യതകൾ നബിമാരുടെ യോഗ്യത, ഖുലഫാക്കളുടെ യോഗ്യത. അതിൽ 2 പറഞ്ഞു. 3-ാമത്തെ യോഗ്യത, അവർ റഹ്മത്തുള്ളവരായിരിക്കും, അവർ കാരുണ്യവാന്മാരായിരിക്കും, കരുണ കടലുകളായിരിക്കും. അവർ കരുണുള്ള ആളുകളുടെ കൂടെയാണ് കൂടേണ്ടത് എന്നർത്ഥം. ഖിളിർ അലൈഹിസ്സലാമിന്റെ, മൂസ ഖിളിർ അലൈഹിമസ്സലാം അവരുടെ സംഭവം വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫവജദാ അബ്ദം മിൻ ഇബാദിന. മൂസാ നബി അലൈഹിസ്സലാമും അവിടത്തെ ഭൃത്യനും പരിചാരകനും എത്തിച്ചു, കണ്ടെത്തി, എത്തിപ്പെട്ടു. അബ്ദം മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട, നമുക്ക് തൃപ്തിപ്പെട്ട ഒരു അടിമയുടെ സമക്ഷത്തിങ്കൽ അവർ എത്തിപ്പെട്ടു. എന്താണ് ആ അടിമയുടെ പ്രഥമവും പ്രധാനവുമായ ക്വാളിറ്റി, ഖുർആനിക ഡിഗ്രി? ആതൈനാഹു റഹ്മതം മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്ന് പ്രത്യേക കാരുണ്യം നാം നൽകിയിട്ടുണ്ട് അവർക്ക്, അദ്ദേഹത്തിന്. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാത്ത ആരുമില്ല, ഞാനില്ല, നിങ്ങളില്ല. ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മളൊക്കെ. ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുവോ? ഇങ്ങോട്ട് എണീറ്റ് വരുമോ? എല്ലാ പടപ്പുകൾക്കും മനുഷ്യർക്കും ഓരോ സെക്കൻഡുകളിലും നിമിഷങ്ങളിലും എണ്ണമറ്റ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ പടച്ചോനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്ല, പ്രത്യേക റഹ്മത്ത്, പ്രത്യേകമായ കാരുണ്യം നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ആ റഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ നബിമാരുടെ പിൻതലമുറക്കാർ, പ്രതിനിധികൾ, ഇന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഖലീഫമാർ, അവർ പടപ്പുകളോടൊക്കെയും കാരുണ്യമുള്ളവരായിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞതെന്താ? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നല്ലേ? സർവ്വലോകങ്ങൾക്കും കാരുണ്യം. ആലം എന്ന് പറഞ്ഞാൽ ലോകമെന്നാണ്. മാ സിവൽ ബാരി തആല, അല്ലാഹു ഒഴികെയുള്ള സർവ്വ പടപ്പുകൾക്കും പറയുന്ന ഒറ്റപ്പേരാണ് ആലം, ലോകം. അല്ലാഹു അല്ലാത്ത എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിന്റെ പേരാണ് ആലം. ആലമീ എന്ന് പറഞ്ഞാൽ സർവ്വലോകങ്ങളും. എല്ലാ ലോകങ്ങൾക്കും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യലോകത്തിന് മാത്രമല്ല, ജന്തുലോകത്തിന് മാത്രമല്ല, സസ്യലോകത്തിനും ധാതുലോകത്തിനുമൊക്കെയും അഷ്റഫുൽ ഖൽഖ് റഹ്മത്താൻ. ഈ ഒരു ഉന്നതമായ സ്വഭാവമഹിമ ആ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഖലീഫമാരായി വരുന്നവർക്കുണ്ടാവും. ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ, കാരുണ്യമെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു അവശനായ ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന കാരുണ്യമല്ല, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും, സഹജ ഗുണാണ്. അല്ലേ? ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു വാത്സല്യം, കാരുണ്യം. അവശനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു കൃപ. അവശനായ ഒരു രോഗിയെ കാണുമ്പോൾ കാരുണ്യം തോന്നുക എന്നത് സഹജമാണ്. അത് മനുഷ്യന്റെ നൈസർഗിക ഗുണമാണ്. മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. മനുഷ്യ കോലത്തിലുള്ള പിശാചാണെങ്കിൽ ഉണ്ടാവൂല. മനുഷ്യ കോലത്തിലുള്ള പിശാചുക്കൾക്കുണ്ടാവൂല. നെതന്യാഹുവിനെ പോലത്തെ ചെകുത്താന്മാർ കുഞ്ഞുങ്ങളെ, പാവങ്ങളായ സ്ത്രീകളെ കൂട്ടക്കൊല നടത്തുമ്പോഴും ഒരു കരുണയും തോന്നാത്ത മനുഷ്യകോലത്തിലുള്ള പിശാച്. UN-ൽ ഈയിടെ ഒരു സമ്മേളനം നടന്നു, ഐക്യരാഷ്ട്ര സമ്മേളനം നടന്നല്ലോ. ഇസ്രായേലിന്റെ ചക്രവർത്തി പ്രഭാഷണത്തിന് എണീറ്റ് വന്നപ്പോ, മൈക്കിന്റെ ഭാഗത്തേക്ക്, പ്രസംഗപീഠത്തിന്റെ ചാരത്തേക്ക് വന്നപ്പോ, മനുഷ്യത്വമുള്ള രാഷ്ട്രനായകന്മാരും രാഷ്ട്രപ്രതിനിധികളും അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എണീറ്റ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ മനുഷ്യ പിശാചിനെ കൂവി വിളിക്കുന്ന രംഗം കണ്ടു. അപ്പോഴും
ഈ ചെകുത്താനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പറ്റം കാബാലികന്മാർ മനുഷ്യപ്പിശാചുക്കളെ, ഇയാളുടെ കുട്ടിച്ചെകുത്താന്മാരെയും നമ്മൾ കണ്ടു. ഇത് വേറെ ടൈപ്പ്. മനുഷ്യത്വമുണ്ടോ? ഈ കരുണ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ കാണുമ്പോ, അവശരായ ആളുകളെ കാണുമ്പോ, രോഗികളെ കാണുമ്പോഴൊക്കെ. ഇതല്ല. നബിമാർക്കും ഖലീഫമാർക്കും ഉണ്ടാകുന്ന പ്രത്യേക റഹ്മത്ത് അതല്ല. എല്ലാ പടപ്പുകളോടുമുള്ള കരുണ, അത് നല്ലവനായാലും മോശപ്പെട്ടവനായാലും കുറ്റവാളിയായാലും കരുണ. എന്നുവെച്ചാൽ നെതന്യാഹുവിനോട് കരുണ ഉണ്ട? ഫിറഔനോട് കരുണ തോന്നിയിട്ടില്ല മൂസ അലൈഹിസ്സലാമിനും ഇസ്രായേലി മക്കൾക്കും. ഈ ഉമ്മത്തിലെ ഫിറഔനായ അബൂജഹിലിനോട് കരുണ തോന്നിയിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക്. ശപിച്ചു അബൂജഹിലിനെ, ഉത്ബത്തിനെ, ശൈബത്തിനെ. ഇതൊക്കെ നെതന്യാഹുവിന്റെ ഉപ്പാപ്പമാരായിരുന്നു, പൂർവിക പിതാക്കളായിരുന്നു. അവരോട് കരുണ തോന്നൂല. പക്ഷെ സമൂഹത്തിൽ നമുക്കിടയിൽ കഴിഞ്ഞുകൂടുന്ന കുറ്റവാളികളോടും കരുണ. മഹാന്മാരായ നബിമാരും ഖലീഫമാരും ജനങ്ങളെ നന്നാക്കിയത് കേവലം പ്രഭാഷണം കൊണ്ട് മാത്രമായിരുന്നില്ല, പ്രസംഗം കൊണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം അത്ര അധികമൊന്നുമില്ല. ഉള്ളത് തന്നെ ഹ്രസ്വമായ ചെറിയ പ്രസംഗങ്ങൾ. 2 മണിക്കൂറും 3 മണിക്കൂറും നീണ്ടുന്ന വയലൊന്നുമില്ല തന്നെ. ചരിത്രപ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഅ് പ്രസംഗം ആകെ 10 മിനിറ്റിന് താഴെ. വെള്ളിയാഴ്ചത്തെ ഖുതുബ വളരെ ലഘൂകരിച്ച് കാണിച്ചു തന്നു, മാതൃകയാക്കി. അത് തുടരാൻ സുന്നത്താക്കി തന്നു. നീണ്ട പ്രസംഗം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ ജനങ്ങളെ നന്നാക്കിയത്, പരിവർത്തനമുണ്ടാക്കിയത്, സൽസ്വഭാവികളാക്കിയത് വഅലിലൂടെ മാത്രമായിരുന്നില്ല. പിന്നെയോ പച്ചയായ ജീവിതത്തിലൂടെ, അവരിൽ നിന്നുള്ള സ്നേഹത്തോടുകൂടെയുള്ള ഒരു നോട്ടത്തിന്, നബിമാരുടെയും ഖലീഫമാരുടെയും ഒരു നിറപുഞ്ചിരിക്ക് 100 പ്രഭാഷണങ്ങളെക്കാൾ പവറുണ്ട്. അവർ അവരുടെ ജീവിതം കൊണ്ട്, കാരുണ്യം കൊണ്ടാണ് സമൂഹത്തെ നന്നാക്കിയതും വളർത്തിയെടുത്തതും. എന്നാൽ പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പ് അറിയാത്ത, വിശുദ്ധ ദീനിന്റെ മർമ്മം അറിയാത്ത, അകക്കാമ്പ് ആസ്വദിച്ചിട്ടില്ലാത്ത പണ്ഡിത വേഷധാരികളും അതുപോലത്തെ സാധാരണക്കാരും കുറ്റവാളികളെ അവഹേളിച്ചും വിമർശിച്ചും നാണം കെടുത്തിയും വഷളാക്കിയും തകർക്കാനാണ് ശ്രമിക്കാറ്. അല്ലേ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലൊരു കുറ്റവാളി ഉണ്ടെങ്കിൽ സാധാരണ നമ്മുടെ സമ്പ്രദായം എന്താ? അയാളെ കുറ്റം പറയാ, അയാളെ ആക്ഷേപിച്ച് ഇരുത്തുക, നാണം കെടുത്തിയിട്ടൊരു വഴിക്കാക്കുക. ഇത് അംറും ബിൽ മഅറൂഫ് വ നഹിയുൻ അനിൽ മുങ്കർ എന്ന് പറഞ്ഞ ഖുർആനിക നിർദ്ദേശം. നന്മ കൽപ്പിക്കുക, ചീത്ത വിലക്കുക. ഇതോരോ മുഅ്മിനിന്റെയും ധർമ്മാണ്. ആ ധർമ്മത്തിന്റെ ഭാഗമാണ് ആ തെറ്റിദ്ധരിച്ചത്. കുറ്റവാളികളെ ആക്ഷേപിച്ച് വിമർശിച്ച് നാണം കെടുത്തിയിട്ട് അപമാനിച്ച് വഷളാക്കുക. ഇത് ദീനിന്റെ ഭാഗാന്ന് തെറ്റിദ്ധരിച്ചു. ഒരിക്കലുമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുറ്റവാളിയെയും ശപിച്ചിട്ടില്ല, നാണം കെടുത്തിയിട്ടില്ല. പിന്നെയോ റഹ്മത്തിലൂടെ അവരെ നന്നാക്കി. റഹ്മത്തിലൂടെ, കാരുണ്യത്തിലൂടെ കുറ്റവാളികളെ നന്നാക്കിന. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ചരിത്രം കാണാം. അന്ന റജുലൻ അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാള്, വകാന ഇസ്മുഹു അബ്ദുല്ലാഹ്, ആ മനുഷ്യന്റെ പേര് അബ്ദുല്ല എന്നായിരുന്നു. വകാന യുൽഹിഖു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കോമഡിക്കാരനായിരുന്നു. നബി തങ്ങളെ നന്നായിട്ട് ചിരിപ്പിക്കും. അബ്ദുല്ല എന്നാണ് പേര്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആള് നല്ല ഒരു കുടിയനാണ്, മദ്യപാനിയ. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ കുടിയം വരുന്ന് ചിരിപ്പിക്കുമ്പോൾ റസൂല് ചിരിക്കുകയാണ്. എന്നെപ്പോലത്തെ മൗലവിമാര് കുടിയം വന്ന ഓനൊക്കെ നരകത്തേക്ക്, ഞാനൊക്കെ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഇവിടെ ഓക്കെ ആക്കി, ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാവുക. ഇയാള് വന്നിട്ട് ചിരിപ്പിച്ച റസൂലുള്ള ചിരിക്കും. മാത്രല്ല പലപ്പോഴും മദ്യപാന കുറ്റത്തിന് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അതിന് ഹദ്ദുണ്ട്, അടി. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ
മദ്യപിച്ച് പരസ്യമായിട്ട് നടന്ന അടി പൊട്ടും, ചാട്ടവാറിന്റെ അടി. ഈ അടി ഈ സാധു വാങ്ങിയിട്ടുണ്ട് പലപ്പോഴും, ഒന്നല്ല രണ്ടല്ല പല ആവർത്തി. വീണ്ടും വീണ്ടും വന്ന് അതിനിടക്ക് ഒരുക്ക വീണ്ടും മദ്യപിച്ച് അറസ്റ്റിലായി തിരുസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. അയാള് കള്ളുടിച്ചിട്ട് കുടിച്ചു കൊണ്ടുവന്നേക്കാ ശിക്ഷ കൊടുക്കാൻ. ഈ രംഗം കണ്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു ഇങ്ങനെ. എങ്ങനെ? അല്ലാഹുമ്മൽ അൻഹു മാ അക്സറ മാ യുഅ്താ ബിഹി. അല്ലാഹുവേ, നീ ഇവനങ്ങോട്ട് ശപിച്ചേക്ക്. മാ അക്സറ മാ യുഅ്താ ബിഹി. മദ്യപാന കുറ്റത്തിന് എത്ര തവണയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്, എത്ര തവണയാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുന്നത്? ഇതിന് പരിധിയൊന്നുമില്ലേ? 1, 2, 3 മനസ്സിലാവും. ഇതെന്നെ ഏർപ്പാട്. കുടിക്കുക, പിടിച്ചുകൊണ്ടുവരിക, തല്ലുക, വിടുക. എത്ര തവണയത്? അല്ലാഹുവേ, നീ അയാളെ ശപിച്ചേക്ക്. ഇത് കേട്ട അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്ത് റസൂൽ പ്രതികരിച്ചതിങ്ങനെയാണ്. ബുഖാരിയിൽ കാണാം, ലാ തൽഅനൂഹു, നിങ്ങളാരും ആ മനുഷ്യനെ ശപിക്കല്ലേ. ആരെ? നിരന്തരം കള്ളുടിച്ച് അടി കിട്ടുന്ന ആള്. ലാ തൽഅനൂഹു, അദ്ദേഹത്തെ നിങ്ങൾ ആരും ശപിക്കരുതേ. എന്തുകൊണ്ട്? ഫവല്ലാഹി അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല. ശ്രദ്ധിക്കണേ, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, അലിംതു, എനിക്കറിയാം, അന്നഹു, ഈ വ്യക്തി, ആര്? ഈ കള്ളുകുടിയൻ, യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഈ മനുഷ്യന് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് അള്ളാഹ്ക്കും റസൂലിനും വേണം. അള്ളാഹിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഇയാളെന്ന് എനിക്കറിയാം. ഇതിപ്പോ റസൂല് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു ലഹരിയുടെ അടിമയെ വിളിച്ചിട്ട് അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആള് പറഞ്ഞാൽ എനിക്ക് വട്ടാണ് പറയും. നിങ്ങൾ പറയൂലേ? അള്ളാന്റെ റസൂല് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ നിർവാഹമില്ലല്ലോ. ഇയാളെക്കുറിച്ച് പറയാൻ എനിക്കറിയാം, അള്ളാഹുവിനെ തന്നെ സത്യം, ഇങ്ങേർക്ക് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും ഇയാളെ വേണം, ശപിക്കരുതേ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ കാരണത്താൽ ആ മനുഷ്യൻ മാറി. അതാ മാറാൻ ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് വഷളാക്കി വിട്ടാല് പിന്നെ നന്നാവൂല ഒരിക്കലും. ഈ മാതൃക പിന്തുടർന്ന ആത്മീയ ഖിലാഫത്തിന് യോഗ്യരായ മഹാന്മാരായ സ്വഹാബാക്കളിലും ഇതേ രീതി നമുക്കെമ്പാടും കാണാം. സമൂഹത്തിലെ എല്ലാരോടും കാരുണ്യം, സർവ്വ പടപ്പുകളോടും റഹ്മത്ത്, അത് കുറ്റം ചെയ്തവരോടും കരുണ ചാലിച്ചു കൊടുത്തവരെ ചേർത്ത് പിടിച്ച് അവരെ സമുദ്ധരിക്കുക, അവരെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുക. ഈ രീതി സ്വഹാബാക്കളിൽ കാണാം. പ്രസിദ്ധ സ്വഹാബി വര്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കൾ കൂട്ടത്തിലെ സൂഫി വര്യനായി ജീവിച്ച മഹാനരായ സ്വഹാബി വര്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹു ഡമസ്കസ് പട്ടണത്തിലൂടെ നടന്നു പോവാൻ. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഒരു ആൾക്കൂട്ടം ഒരാളെ പൊതിരെ തല്ലുന്നു. ജനങ്ങൾ കൂടിയിട്ട് ഒരാളെ തല്ലുന്നു. അബൂദർദാ എന്ന സ്വഹാബി ആ അടി നടക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് നോക്കി. അടി കൊള്ളുന്ന ആളെ പരിചയമില്ല, ഏതോ ആള്. ആ കൂട്ടത്തിലുള്ള ആളുകളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങേരെ തല്ലുന്നത്? പൊതുനിരത്തിൽ വന്ന്, പൊതുസ്ഥലത്ത് വന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് ജനങ്ങളെ ശല്യം ചെയ്ത ആളാണിവൻ. അങ്ങനെയല്ലോ, കള്ളുടിയാൻ ബസ് കയറിയാലും ട്രെയിനിൽ കയറിയാലും ആശുപത്രി പരിസരത്ത് വന്നാലും റോട്ടിലിറങ്ങിയാലൊക്കെ ശല്യമാണല്ലോ. ജനങ്ങൾക്ക് ശല്യം ചെയ്യുകയാണ് ഇയാൾ. അതുകൊണ്ട് നാട്ടുകാർ കൈകാര്യം ചെയ്യാണ്. ഉടനെ മഹാനായ സ്വഹാബി വര്യം പറഞ്ഞു, നിർത്തൂ, നിങ്ങൾ അടിക്കല്ലേ, അയാളെ വിട്ടേക്കൂ. സ്വഹാബിയെ തിരിച്ചറിഞ്ഞ ആളുകൾ സ്തംഭിച്ചു നിന്നു. ഞങ്ങളെന്താ ഈ കേൾക്കുന്നത്? അവരെ കൂട്ടത്തിൽ നിന്നൊരാൾ തിരിച്ചു ചോദിച്ചു, അല്ലയോ പ്രവാചക ശിഷ്യരായ മഹാത്മാവേ അബൂദർദായെ, താങ്കൾക്ക് തിന്മയോട് വെറുപ്പില്ലേ? ഇങ്ങനെ മൂക്കറ്റം കുടിക്കുന്ന ഈ രീതിയോട് വെറുപ്പില്ലേ? പിന്നെന്തിനാ അങ്ങേരെ വെറുതെ വിടാൻ പറയുന്നത്, ഈ കുറ്റത്തിന് പ്രോത്സാഹനം നൽകുന്നത്? സ്വഹാബി വര്യം പറഞ്ഞു, എനിക്ക് കുറ്റത്തോട് വെറുപ്പാണ്, മദ്യപാനത്തോട് അങ്ങേയറ്റം വെറുപ്പാണ്.
പക്ഷേ ഈ മനുഷ്യൻ ഇതിൽ നിന്ന് റിലീസായാൽ, മുക്തനായാൽ, നന്നായാൽ, ഈ മനുഷ്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ അവസ്ഥയിലേ വെറുപ്പുള്ളൂ. അങ്ങേര് അതിൽ നിന്നൊന്ന് മാറിയാൽ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. എന്നിട്ട് അവരോടായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാത്ത ഒരാളെന്നാകട്ടെ, അപരിചിതനാകട്ടെ, ഒരു അപരിചിതനായ ആൾ ഒരു കിണറ്റിൽ വീണു, അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണു. കുഴിയിൽ വീണ മനുഷ്യനെ നിങ്ങൾ കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുമോ? ആ കുഴിയിൽ നിന്ന് അയാളെ പൊക്കിയെടുത്ത് രക്ഷിക്കുമോ? അതോ ആ കുഴിയിലിട്ട്, കിണറിലിട്ട് കല്ലെറിഞ്ഞ് കൊന്ന് മണ്ണിട്ട് മൂടുമോ? നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ അയൽക്കാരനോ സ്വന്തക്കാരനോ ഒന്നും ആകണ്ട. ഒരു മനുഷ്യൻ ഒരു കിണറിൽ വീണാല് അയാളെ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ അതോ കല്ലെറിഞ്ഞ് കുഴിച്ചു മൂടുമോ? എന്താ നിങ്ങൾ ചെയ്യുക? അവർ ഏകസ്വരത്തിൽ പറഞ്ഞ് ഞങ്ങൾ രക്ഷിച്ചെടുക്കും. എങ്കിൽ പിന്നെ പാപക്കുഴിയിൽ വീണ ഈ സാധുവിനെ നിങ്ങൾ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല? പാപക്കുഴിയിൽ പെട്ടുപോയ, പാപക്കിണറിൽ വീണുപോയ ഈ സാധുവിനോട് നിങ്ങൾക്കെന്തുകൊണ്ട് കരുണ തോന്നുന്നില്ല? സ്നേഹത്തിന്റെ മധുരമന്ത്രം കേട്ട, അടിക്കാൻ വേണ്ടി ഒത്തുകൂടിയ ആളുകളൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും, ഈ കാരുണ്യത്തിന്റെ സ്നേഹമന്ത്രം കേട്ട അർദ്ധബോധത്തിലുള്ള കുടിയനായ വ്യക്തി മഹാനരായ സ്വഹാബിയെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം തൗബ ചെയ്ത് നന്നാവുകയും പിൽക്കാലത്തൊരു സ്വാലിഹായി, മഹാപണ്ഡിതനായി അറിയപ്പെടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, എത്ര സംഭവങ്ങളുണ്ട്. നബി തങ്ങൾ മാത്രമല്ല, സ്വഹാബികൾ മാത്രമല്ല, ആ താവഴിയിൽ വന്ന മഹാജ്ഞാനികൾ. മുഹമ്മദ് ബിനു സക്കരിയൽ ഗുല്ലാബി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്ന ഒരു ചരിത്രം ഇമാം ഗസാലി ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിനു സക്കരിയൽ ഗുല്ലാബി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ഞങ്ങളെ കാലത്ത് ജീവിച്ച അൽ ആരിഫു ബില്ലാഹ് ഔലിയാഉം വലിയും മിൻ ഔലിയാ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ജ്ഞാനിയായ മഹാത്മാവാണ് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിനു ആയിഷ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിൻ ആയിഷ റളിയല്ലാഹു അൻഹു വലിയ ആരിഫായിരുന്നു. അദ്ദേഹത്തിന്റെ കരുണ അതിലൊരു ഉദാഹരണമായിട്ട് ആ പണ്ഡിതൻ പറയുന്നത് ഇമാം ഗസാലി രേഖപ്പെടുത്തി ഇങ്ങനെ: അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് എന്നവർ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഫഇദൻ ഫീ ത്വരീഖിഹി ഗുലാമും മിൻ ഖുറൈശിൻ സക്റാൻ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യേ അങ്ങാടിയിൽ കവലയിൽ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സക്റാൻ, വെളിവ് പോയിട്ടുണ്ട്, ലഹരി കഴിച്ചിട്ട്. അങ്ങനെ വെളിവ് പോയിട്ടൊരു സൈഡായിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു യുവതിയെ ഇവൻ കേറി പിടിച്ചിട്ടുമുണ്ട്. ആ യുവതി ആക്രമണത്തിന് വിധേയയായ, പീഡനത്തിന് ഇരയായാൻ പോകുന്ന പെണ്ണ് ആർത്തു വിളിച്ച് കരഞ്ഞു, എന്നെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് കരഞ്ഞു. പിന്നെന്താ അവിടെ സംഭവിക്കുക? നാട്ടുകാർ വന്നിട്ടാണ് പഞ്ഞിക്കിട്ടു. അതന്നെ നല്ല അടി. കള്ള് കുടിച്ച് ഒരു യുവതിയെ ശല്യം ചെയ്ത കാരണത്താൽ നല്ല പൊതിരെ അടിക്കണം. ആരാണ് ഈ പയ്യൻ? ഖുറൈശി തറവാട്. ഇത് ഏതാ തറവാട്? റസൂലുള്ളാന്റെ തറവാടാ. ഇങ്ങനെ അടി നടക്കുമ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിനു ആയിഷ എന്ന ജ്ഞാനി അതുവഴി നടന്നു പോകുന്നു. നോക്കുമ്പോ പയ്യനെ പരിചയമുണ്ട്. നല്ല തറവാട്ടിലെ ചെക്കൻ. അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെയല്ലേ? വാപ്പ ആജിയരാണ്, ഉമ്മ ഹജ്ജുമ്മിയാണ്. പിന്നെ മാത്രമല്ല, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ട് ഈ പയ്യനെ. ഇപ്പൊ മൂക്കറ്റം കൂടിയാ. എന്നിട്ട് എന്താ പറയാ? ആറാം പറഞ്ഞോന് ഓട്ടം കിട്ട്. പറ്റൂല, പോകാൻ പറ്റൂലത്, പോകാൻ പറ്റൂല. കരുണ ചാലിച്ചു കൊടുത്തുകിട്ട് റിലീസാക്കണം. ഖുറൈശി പയ്യനെ കണ്ടു. അടിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിർത്തൂ, ഇവൻ എന്റെ സഹോദരപുത്രനാൻ, എന്റെ അനിയന്റെ മകനാൻ, നിർത്തൂ, നിങ്ങൾ അവനെ തൊട്ടുപോകരുത്. മഹാജ്ഞാനി, ലോകം അംഗീകരിക്കുന്ന ജ്ഞാനിയാണ് ഈ പറയുന്നത്. സദാചാര പോലീസിന് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് എതിർക്കാൻ നിർവാഹമില്ല. ഒരു മാറി ഈ പയ്യന്റെ കൈ പിടിച്ചു. നോക്കുമ്പോ കാല് നിലത്തുറക്കണില്ല. ചേർത്ത് പിടിച്ച് വട്ടം പിടിച്ച് വീട്ടിലേക്ക് നടന്നു. വീടിന്റെ ചാരത്തെത്തിയപ്പോ
സർവന്റിനെ വേലക്കാരനെ വിളിച്ചു. വേലക്കാരൻ വന്നു, ഇവന്റെ കൈ പിടിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കേസ്, ഇതാണ് കേസ്, അങ്ങാടിയിൽ നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്, ഇപ്പൊ അവന് വെളിവില്ല, നീ നിന്റെ കൂടെ കൊണ്ടുപോയി കിടത്തുന്ന രാത്രി. രാവിലെ സുബോധത്തോടെ എണീക്കുമ്പോൾ എന്താണ് ഇവൻ ചെയ്തതെന്നൊന്ന് നേർക്ക് നേരെ പറഞ്ഞുകൊടുത്ത് വിടരുത്, എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വേണം പോവാൻ, അല്ലാതെ പറഞ്ഞയക്കരുത്. വേലക്കാരൻ തന്റെ വിരിപ്പിൽ തന്റെ കട്ടിലിൽ കിടത്തി ഉറക്കി. രാവിലെ എണീറ്റപ്പോ ആ കെട്ടൊക്കെ വിട്ടിട്ടുണ്ട്, ആള് വെളിവിലാണ്. പറഞ്ഞു, ഇന്നലെ എന്തേ സംഭവം? അങ്ങാടിയിൽ നീ ഒരുത്തിയെ കേറി പിടിച്ചു, മൂക്കറ്റം കള്ളും കുടിച്ചിട്ട്. എന്റെ യജമാനനില്ലായിരുന്നുവെങ്കിൽ എന്താകും നിന്റെ അവസ്ഥ നിനക്കറിയോ എന്ന് പറഞ്ഞപ്പോ നാണം കൊണ്ട് തല താഴ്ത്തി നിന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആകാൻ ഒരുങ്ങിയപ്പോ പോകാൻ പറ്റൂല. നിന്നെ രക്ഷിച്ച ഈ വീടിന്റെ ഉടമ, എന്റെ പ്രിയപ്പെട്ട മുതലാളി, മാത്രമല്ല മഹാജ്ഞാനി, അദ്ദേഹത്തെ കണ്ടിട്ട് വേണം പോകാൻ. നാണമാകുന്നു. നാണം നോക്കണ്ട, പിടിച്ചോണ്ടുപോയി. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ഇബ്നു ആയിഷ തങ്ങളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. സഹതാപത്തോടെ, കാരുണ്യത്തോടെ, പുഞ്ചിരിയോടെ, വാ മോനെ എന്ന് പറഞ്ഞു. നാണമില്ലേ കുഞ്ഞേ നിനക്ക്? നീ ഏതാ തറവാട്ടുകാരൻ? നീ ഇന്നലെ എന്തൊരവസ്ഥയിലായിരുന്നു? ഞാൻ ആ വഴിക്ക് വന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തായിരിക്കും അവിടുന്ന് എടുക്കുക. ആ കോലത്തിൽ നാട്ടുകാർ നിന്നെ, കാരണം അന്നൊന്നും കേസൊന്നുമില്ല, ഇതിനൊക്കെ തല്ലിക്കൊല്ലാ തന്നെ. ഈ കോലത്തില് നീ ആകുന്നതിൽ അമാതസ്തഹി, നിനക്ക് നാണല്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഉപദേശം തുടങ്ങിയപ്പോ തല താഴ്ത്തി കരയാണ് ഈ പയ്യൻ. കരച്ചിലിനിടെ ഒന്ന് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ സമക്ഷത്തിങ്കൽ വെച്ച് അള്ളാഹുവിനോടൊരു കരാറ് ചെയ്യാൻ, ഇനിമേലിൽ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, എനിക്ക് തൗബ ചെയ്യാനൊരു വഴിയുണ്ടാക്കി തരണം. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ഇബ്നു ആയിഷ എന്നവർ പറഞ്ഞു, ഉദുനു മിന്നി, കുറച്ചകലെ നിൽക്കും, മോനൊന്ന് അടുത്തേക്ക് വാ. അടുത്തേക്ക് വന്നപ്പം ഫഖബ്ബല റഅസഹു, ആ പയ്യന്റെ നെറുകയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, അഹ്സൻത യാ ബുനയ്യ, കുഞ്ഞും മോനെ നീ നല്ലതാ ചെയ്തത്. നിനക്ക് അള്ളാന്റെ മുന്നിൽ നീ പരാജയപ്പെടൂല. ആ ചെയ്തതൊക്കെ നന്മയായിട്ട് രൂപാന്തരപ്പെടും ഇനി നീ ഖേദിച്ചു മടങ്ങിയാൽ. അതുകൊണ്ട് നല്ലതാണ് മോൻ ചെയ്തത്, ഇനി മോൻ പൊക്കോ, ഇനി ഞാൻ പോകൂല. ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ പോയാൽ പഴയ ജീവിതത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിനി പോകുന്നില്ല. അങ്ങയുടെ പരിചാരകനായി, സേവകനായി ഉള്ള കാലം ഞാനിവിടെ ജീവിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ കാത്തിബായി, ഹദീസ് എഴുത്തുകാരനായി ജോലി കൊടുത്തു. ഹദീസുകൾ എഴുതുന്ന പണി ചെയ്ത് പിൽക്കാലത്ത് ലോകത്തറിയപ്പെടുന്ന ഒരു കാത്തിബായി, മഹാനായി ഈ മനുഷ്യൻ മാറിയ സംഭവമാണ് ചരിത്രത്തിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാന്റെ ഖലീഫമാര് ആ പാരമ്പര്യത്തിൽ സമൂഹത്തെ നന്നാക്കാനും സമൂഹത്തിന് ദിശാബോധമുണ്ടാക്കാനും നിയുക്തരാകുന്ന പരിശുദ്ധ മനുഷ്യന്മാർ, അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? റഹ്മത്ത്, കരുണ. ശിഷ്യന്മാരിൽ നിന്ന് ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്ന, ശിഷ്യന്മാർ വരുമ്പോൾ പൊതി കാണുമ്പോൾ സന്തോഷം മുഖത്ത് വിടരുന്ന, പൊതി കാണാതിരിക്കുമ്പോൾ മുഖത്തിന്റെ നിറം മങ്ങിപ്പോകുന്ന പണ്ഡിതന്മാർക്ക് ഈ പണി പറ്റൂല. അവർക്ക് ദർസ് നടത്താൻ പറ്റും, വഅദ് പറയാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, ജനങ്ങളെ നന്നാക്കാൻ അവർക്ക് പറ്റൂല. എന്തുകൊണ്ട്? സ്വയം നന്നാകാത്ത ഗുരുവിനെങ്ങനെ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റും? റഹ്മത്ത് കൊണ്ട് പണിയെടുക്കണം, കരുണ, ഉത്തേജനം അതായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ അള്ളാഹ് ഏൽപ്പിച്ചൊരു സംഭവം എന്താ? ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ, നബിയെ പറഞ്ഞുകൊള്ളുക, ലാ അസ്അലുക്കും അലൈഹി അജ്റ, എന്റെ ഈ പ്രവർത്തനത്തിന് ഒരു കൂലിയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ ആരും എനിക്ക് ശമ്പളം തരണ്ട, കൈമടക്ക് തരണ്ട, ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒരു പ്രതിഫലവും. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബമായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം, ആ കൂലി എനിക്ക് വേണം. എന്ത്? നിങ്ങൾ എനിക്കായിട്ടൊരു കൂലിയും തരണ്ട. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബബന്ധം, രക്തബന്ധമായ അഹ്ലു ബൈത്ത്, അവരെ നിങ്ങൾ സ്നേഹിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നല്ലാത്ത ഒന്നും നിങ്ങൾ എനിക്ക് പകരം തരണ്ട. നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ കാണാലോ, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി മാല, എന്റെ ഈ പ്രബോധന
പ്രവർത്തനത്തിന് ഒരു സ്വത്തും ഒരു പണവും സമ്പത്തും ഞാൻ ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ കൂലി അല്ലാഹ് നോക്കിക്കോളും, നിങ്ങൾ നോക്കണ്ട. എനിക്ക് നിങ്ങളോട് അനുകമ്പയാണുള്ളത്, സ്നേഹമാണുള്ളത്, കരുണയാണുള്ളത് എന്ന് ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ സംഭവം. അതുകൊണ്ട് നമ്മൾ ആരെ കൂടെ കൂടേണ്ടത്? നമ്മളിൽ നമ്മളെ പോക്കറ്റ് മണി നോക്കിയിട്ട് ഇങ്ങനെ കള്ളക്കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു കേന്ദ്രത്തേക്കും നിങ്ങൾ പോകരുത്. വേണ്ടാന്ന്, വലിയ ഹോജയായിരിക്കും, നീളം കുപ്പായൊക്കെ വമ്പായിരിക്കും, പച്ചശാളും ഉണ്ടാവും. ഇതിനു വേണ്ടി ഇരിക്കുന്നവർക്ക് നിങ്ങൾ പോണ്ട. നിങ്ങളെ ദീനും ദുന്യാവും കൊള്ളയടിക്കുന്ന ഖുത്താഉ ത്വരീഖ്, വഴികൊള്ളക്കാർ, ആത്മീയ രംഗത്ത് ഒരുപാട് വഴികൊള്ളക്കാരുണ്ട്, കാട്ടുകള്ളന്മാരുണ്ട്. അവരെ സൂക്ഷിച്ചിരിക്കണമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് റസൂലിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് നിറഞ്ഞു തുളുമ്പുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത്. ഇൻഷാ അല്ലാഹ് നാലാമത്തെ യോഗ്യത എന്താ അടുത്താഴ്ച പറയാ. സന്ദർഭോചിതമായി ഒരു കാര്യം ഉണർത്താനുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫലസ്തീനിലെ മക്കൾ, പ്രത്യേകിച്ച് ഗസയിലെ പാവങ്ങളായ ജനത നീണ്ട 2 വർഷക്കാലമായി പീഡനങ്ങളും മർദ്ദനങ്ങളും യുദ്ധമുറകളും അനുഭവിച്ച് തീ തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമാധാനത്തിന്റെ ഒരു നേരിയ പ്രതീക്ഷ പുലർന്ന് കാണുന്ന വേളയിലാണ് നമ്മളുള്ളത്. അത് ഉറപ്പിക്കാനൊന്നും പറ്റൂല. പലപ്പോഴും സമാധാന കരാറ് എഴുതുകയും ഒപ്പുവെക്കുകയും ചെയ്തതിന്റെ പിറകെ ഏകപക്ഷീയമായി കൊടും ചതി നടത്തിയ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം. ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ട്. ഇപ്പോൾ ജീവനയോടെയുള്ള ബന്ദികളെ, അതുപോലെ മരിച്ചുപോയ ബന്ദികളുടെ ശവശരീരം കിട്ടിയാൽ അടി തുടങ്ങുമെന്ന് പറയാൻ പറ്റൂല. അതിനെന്തെങ്കിലും വേല ഒപ്പിക്കും. ഗസയുടെ മണ്ണിൽ തന്നെ മസാദിന്റെ ചാരന്മാരുണ്ട്. ആ മണ്ണിൽ നിന്ന് ഒരു റോക്കറ്റിനെ വിട്ടാൽ മതിയല്ലോ, ഞങ്ങളെ തല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അടിച്ചൊതുക്കാലോ. ഇമാതിരി ചതി ചെയ്യുന്ന കൊടും ഭീകരനാണ് ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാനൊന്നും നമുക്ക് പറ്റൂല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഏതായാലും ഗസയുടെ തെരുവുകളിൽ നിന്ന് കുരുന്നുകളും അവിടുത്തെ ബാലന്മാരും യുവജനങ്ങളും പലസ്തീനിന്റെ പതാക വീശിക്കൊണ്ട് പുഞ്ചിരി തൂകുന്ന റീലുകൾ, വീഡിയോകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ സമാധാനം നിലനിർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു കരാറിൽ എത്താൻ കാരണമെന്താ? ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കാരണം എന്താ? കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞത്, ഇയാൾ ഒരാൾ ഒറ്റയ്ക്ക് ലോകത്തോട് യുദ്ധം ചെയ്താൽ നേടൂലാന്നാ. എന്ത്? ഗസയോട് യുദ്ധം ചെയ്താൽ എന്നല്ല, ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് ലോകത്തോട് യുദ്ധം ചെയ്താൽ അതിൽ രക്ഷ കിട്ടുകയില്ല എന്നാണ് ട്രംപ് നെതന്യാഹുവിനെ ഉപദേശിച്ചത്. എന്നുവെച്ചാൽ ലോകത്തിന്റെ മനസ്സാക്ഷി മുഴുവൻ ഫലസ്തീനിനൊപ്പമാണ്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ അമാന്തിച്ച് നിന്നിരുന്ന, സന്ദേഹത്തോടെ നിന്നിരുന്ന രാജ്യങ്ങൾ പോലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന സന്തോഷകരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. UN-ൽ നിന്ന് നെതന്യാഹുവിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ജൂതന്മാർ പോലും നെതന്യാഹുവിനെ എതിർക്കുന്ന മനുഷ്യത്വമുള്ള ജൂതന്മാരുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്താണ്? നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ യാതനകളെ നമ്മൾ ഓർത്തെടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം തീർന്നിട്ടില്ല. ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം രൂപം കൊള്ളുന്നതുവരെ ആ മക്കളുടെ കൂടെ നമുക്ക് അണിചേരണം. നമുക്കെന്താ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഒന്നാമതായി വേദന. ഇവിടെ ചാനലിൽ വന്ന് വർഗീയവാദികളായ ചില ആളുകൾ നമ്മുടെ മലയാളക്കരയിൽ തന്നെ ചാനലുകളിൽ ചർച്ചയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പാലസ്തീനികൾക്ക് വേണ്ടി കൊരക്കുന്നത്? പാലസ്തീനികൾ എന്താ ഇവർ അമ്മായിയപ്പന്മാരാണോ ചോദിക്കാണ്. ഇത് ഒരു നാണുമില്ലാതെ ചോദിക്കാണ്. പാലസ്തീനികൾക്ക് വേണ്ടി എന്തിനാ തെരുവിലിറങ്ങി കുരക്കുന്നത്? പാലസ്തീനികൾ ഇവരുടെ അമ്മായിയപ്പന്മാരാണോ?
നമുക്ക് പറയാനുള്ള മറുപടി അമ്മായിയപ്പനൊന്നല്ല, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് പലസ്തീനികൾ എന്ന് മാത്രമല്ല, ഉരുണ്ട ഭൂമിയിലെ ഏത് കോണിൽ ജീവിക്കുന്ന സത്യവിശ്വാസിയാണെങ്കിലും അവരൊക്കെ ഞങ്ങളുടെ ഈ ശരീരത്തിന്റെ ഭാഗമാണ് എന്നാണ് അതിനുള്ള മറുപടി. ഞങ്ങളുടെ ആദർശ പിതാവ് ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അതാണ്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം. സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണം. ഏത് ബന്ധം? അവർ അന്യോന്യമുള്ള കരുണയുടെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, കൃപയുടെ കാര്യത്തിൽ. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണം മസലുൽ ജസദി, ഒരൊറ്റ തടി പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവുൻ, തടിയിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പരിക്ക് പറ്റിയാൽ, രോഗം ബാധിച്ചാൽ, തദാഅ ലഹു സായിറുൽ ജസദി ബിൽ ഹുമ്മാ വസ്സഹർ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും ഉറക്കം നഷ്ടപ്പെടുന്ന വിഷയത്തിലും പനി വരുന്ന വിഷയത്തിലും സഹകരിക്കുന്നത് പോലെ കാലിലൊരു മുള്ള് തറച്ച് ഇൻഫെക്ഷനായാൽ വേദന കൊണ്ട് രാത്രി ഉറങ്ങൂല. കാലല്ലേ മുള്ളുള്ളത്, ഞാൻ ഉറങ്ങട്ടെ വെച്ചാൽ നടക്കൂ. കാലില് മുറിവ് പറ്റി ഇൻഫെക്ഷനായി കഴിഞ്ഞാൽ പനി വരും. ആ പനി ദേഹമാസകലം വ്യാപിക്കും. അല്ലേ? ഒരു ശരീരത്തിന്റെ ഒരു പാർട്സിന് പരിക്ക് പറ്റിയാൽ ദേഹമാസകലം അതിന്റെ ദുരിതം പേറുന്നത് പോലെ ലോകത്തിന്റെ ഏത് ദിക്കിലുള്ള മുഅ്മിനായാലും, അമേരിക്കയിലായാലും, ബ്രിട്ടനിലായാലും, ഇന്ത്യയിലായാലും, പലസ്തീൻ മണ്ണിലായാലും ദുരിതം പേറുന്നുണ്ടെങ്കിൽ അതിന്റെ വേദന ഇവിടെ അനുഭവിക്കാനാകണം. ഇല്ലേ, നമ്മൾ മുഅ്മിനല്ല, നമ്മൾ കാക്കാകൂട്ടത്തിൽപ്പെട്ട ആളാവും, മുഅ്മിനാവൂല. അതുകൊണ്ട് ആ വേദന നമുക്ക് വേണം. വേദന മാത്രം പോരാ, നമുക്കതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് ജുമുഅ നമസ്കാരവും ദിക്റും ദുആയും കഴിഞ്ഞാൽ ഉടനെ സുന്നത്ത് നിസ്കാരത്തിന്റെ മുമ്പായി എല്ലാവരും നമ്മുടെ പള്ളി അങ്കണത്തിൽ ആ മക്കൾക്ക് ഐക്യം വിളിച്ചോതാനായി നമുക്കൊന്ന് ഒത്തുചേരണം. പലരും ചോദിക്കുന്നുണ്ട്, സമയം കഴിഞ്ഞില്ലേ, സമാധാന കരാറിൽ ഒപ്പിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത്. ട്രംപിന് ഒന്നും കൂടി ബോധ്യമാണ്. ട്രംപ് ഇത് കാണുമെന്നുള്ളതല്ല. പലസ്തീൻ അംബാസഡർ കേരളത്തിൽ വന്നിട്ട് നിറപുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എനിക്ക് നിങ്ങളോടുള്ള കടപ്പാട് മറക്കാൻ പറ്റൂല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വന്ന് കണ്ടു പറഞ്ഞ് നന്ദി അറിയിച്ചു. മലയാള മണ്ണിന്റെ പിന്തുണ, സ്നേഹം അവർക്ക് വലിയ സന്തോഷാണ്. ഗസയിലെ മക്കൾ ചിലപ്പോൾ ലൈവായിട്ട് നമ്മളിത് കണ്ടില്ലെങ്കിലും ഇന്ത്യയിലെ, കേരളത്തിലെ ആളുകളൊക്കെ അവർക്ക് പിന്തുണ നൽകുന്നതിൽ അവർക്ക് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അവർ കണ്ടാലും കേട്ടാലും അക്രമത്തിനെതിരെ അണിനിരക്കാൻ, അതിനെതിരെ പ്രഖ്യാപനം നടത്താൻ നമ്മൾ മനസ്സ് കാണിച്ചേ പറ്റുള്ളൂ. അത് 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് സമയം. കടിൻ തിരക്കൊക്കെ ഉള്ളവരായാലും ശരി, ഒരു 5 മിനിറ്റ്. വെയില് സാരല്ല, അവർ തീ തുപ്പുന്ന ബോംബുകൾക്കിടയിലാണ് ആ മക്കൾ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ആ വെയിലത്ത് നമുക്കൊന്ന് നിന്നിട്ട് ഒരു പ്രതിജ്ഞയെടുത്ത് നമുക്ക് പിരിഞ്ഞു പോകാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ സഹായം കിട്ടൂല. ഒരു സംശയമാണല്ലത്. 2 ഹറമുകളിൽ അടക്കം ലോകത്തുള്ള സകല മസ്ജിദുകളിലും ദുആക്ക് ഇജാബത്തുള്ള 27-ാം രാവിലടക്കം മുസ്ലിം ലോകം കണ്ണീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എന്തേ ഈ ദുആക്ക് ഇജാബത്തില്ലാത്തത്? എന്തേ ഗസയിലെ മക്കൾക്ക് മോചനമില്ലാത്തത്? എന്തേ പലസ്തീൻ വിജയിക്കാത്തത്? ഈ ചോദ്യത്തിനുത്തരം അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഉത്തരമില്ലാത്തത്? ഇന്നും ഗസയിലെ മക്കൾ ദുരിതം പേറാൻ എന്താ കാരണം? എന്തേ അല്ലാഹു ദുആക്ക് ഉത്തരം തരാത്തത്? അതിനുത്തരം പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ടുണ്ട്. എന്താണ്? സൂറത്തുൽ ബഖറയുടെ 120-ാമത്തെ ആയത്തൊന്ന് വായിച്ചു. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സൂറത്തുൽ ബഖറ 120. എന്താണ് പറഞ്ഞത്? നബിയേ, വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറ, ജൂത ക്രൈസ്തവ അധികാര സഖ്യം തങ്ങളെ ഇഷ്ടപ്പെടൂല. ജൂതന്മാരിൽ റസൂലിനെ ഇഷ്ടപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളെ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇന്നുണ്ട്.
ക്രൈസ്തവരിൽ മുസ്ലിമീങ്ങളോട് മമതയുള്ളവരുണ്ട്, ഇന്നുണ്ട്. വത്തിക്കാനിലെ പോപ്പ് ഈ യുദ്ധത്തിനെതിരാൻ എത്ര തവണ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവ മേലാധ്യക്ഷനായ പോപ്പ് മാർപ്പാപ്പ അല്ലേ? അവർക്കൊന്നും മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല. എന്നാ അവരെ കൂട്ടത്തിൽ ചില ചെകുത്താന്മാരുണ്ട്, അതെല്ലാ കൂട്ടത്തിലും ഉണ്ടാവും മോശപ്പെട്ടത്. ജൂത ക്രൈസ്തവ അധികാര സഖ്യം അങ്ങയെ ഇഷ്ടപ്പെടൂല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലത്തഹും, അങ്ങയുടെ ആദർശം അടിയറ വെച്ച് അവരെ പിന്തുടരാത്ത കാലത്തോളം. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയാ, നബിയെ, ഈ രണ്ട് ടീമുണ്ടല്ലോ, ഇസ്രായേൽ അമേരിക്കൻ കമ്പനി, അവർക്ക് തങ്ങളോട് മുസ്ലിങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. എത്രത്തോളം? ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലത്തഹും, അവരെ മാർഗം വെസ്റ്റേൺ കൾച്ചർ, ഇസ്ലാമേതര സംസ്കാരം, ജൂതന്റെ സംസ്കാരം വാരി പുണർന്ന് അവരുടെ കൂടെ നിൽക്കാത്ത കാലത്തോളം താല്പര്യം ഉണ്ടാവില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, പറയുക നബിയേ, സന്മാർഗം അല്ലാഹുവിന്റെ വഴിയാണ് യഥാർത്ഥ സന്മാർഗം. അല്ലാഹുവിന്റെ വഴിയാണ്, ജൂതന്റെതല്ല, പടിഞ്ഞാറൻ കൾച്ചർ അല്ല. വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, ഖുർആനിക ജ്ഞാനം വന്നു കിട്ടിയതിന്റെ ശേഷം അവരുടെ പിന്നാലെ നബിയെ തങ്ങൾ പോയാൽ, നോക്കണം, വലഇൻ ഇത്തബഅത അഹ്വാഅഹും, അവരുടെ തോന്യാസത്തിന്റെ പിറകെ തങ്ങളും മുസ്ലിമീങ്ങളും പോയാൽ, മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ്, ഖുർആനിക ജ്ഞാനം വന്നെത്തിയതിന്റെ പിറകെ അവരുടെ പിന്നാലെ ഓച്ചാനിച്ചു പോയാൽ, ആദർശം പണയപ്പെടുത്തി അവരെ പിന്നാലെ നടന്നാൽ, അവർ പറഞ്ഞത് അനുസരിച്ച് നിന്നാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിന്റെ ശിക്ഷ തടയാൻ ഒരു സഹായിയെയും സംരക്ഷകനെയും നിങ്ങൾക്ക് കിട്ടൂല. മാലക്ക, അങ്ങേക്ക് കിട്ടൂല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷ തടയാൻ, മിൻ വലിയൻ, ഒരു സംരക്ഷകനെ കിട്ടൂല, വലാ നസീർ, ഒരു സഹായിയെയും കിട്ടൂല. ഇതാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ അറബ് തമ്പുരാക്കന്മാർ കുറ്റകരമായ മൗനം, പല രാഷ്ട്രനായകന്മാരും മൗനത്തിൽ, കുറ്റകരമായ മൗനം. അമേരിക്ക പറഞ്ഞാൽ വേദവാക്യം, ഖുർആനിലെ ഈ ആയത്ത് അതവർക്ക് വിഷയമല്ല. മറ്റു മതസ്ഥരൊക്കെ നിന്ദിക്കുന്നല്ല ഈ പറഞ്ഞത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ രൂപപ്പെട്ട സഖ്യം, ജൂത ക്രൈസ്തവ സഖ്യം, അവരെ പിന്നാലെ പോകരുത്, അവർ സംരക്ഷിക്കുമെന്ന് ധരിച്ച് പിന്നാലെ പോയാൽ അള്ളാഹുവിന്റെ അദാബ് തടയാൻ ഒരു വലിയനെയും നസീറിനെയും കിട്ടൂല. ഖുർആനാണ് പറഞ്ഞത്. അവിടെ രാഷ്ട്രനായകന്മാർ ചെയ്യേണ്ട അത് അവർ ചെയ്യണം, നമ്മൾ ചെയ്യാൻ, നമുക്ക് അതിനൊന്നും ചെയ്യാൻ വയ്യല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയാണ്. അതുകൊണ്ട് എല്ലാവരും ഈമാൻ അകത്തുള്ളവർ, അവരോട് ഐക്യപ്പെടാൻ മനസ്സുള്ള സർവരും ഒരു 5 മിനിറ്റ് ആരും പോകരുത്, എല്ലാവരും മണിനിരന്ന് ഇതിൽ പങ്കാളികളാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.